അങ്ങനെ ജിൻഡോ സാബുമോനെ നൈസായിട്ട് കയ്യിലെടുത്തിരിക്കുകയാണ്. സാബുമോൻ വീട്ടിൽ കയറി കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ അതിലേക്കൂടെ നടന്നു. ഭക്ഷണമൊക്കെ കഴിച്ചാണ് ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു. നേരെ ചെല്ലുന്നത് സ്മോക്കിംഗ് ഏരിയയിലേക്കാണ്. അപ്പോൾ ജിൻഡോ ഓടി അങ്ങ് ചെല്ലുന്നു. ജിൻഡോയുടെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് സാബുമോന് കൊടുക്കുന്നു. സാർ ഇത് വലിച്ചോ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയുടെ സിഗരറ്റ് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ സാബുമോൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഒരു ദിവസം എത്ര സിഗരറ്റ് കിട്ടും, ഇതാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ഞാൻ മാത്രമേ ഇവിടെ വലിക്കാറുള്ളൂ, എനിക്കിപ്പോൾ രാവിലെ 5 എണ്ണം വൈകുന്നേരം 5 എണ്ണമാണ് കിട്ടുന്നത്. ഡെയിലി 20 എണ്ണം കിട്ടിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ അതിപ്പോൾ റേഷനായി, അതും കട്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ സാബുവും ചോദിക്കുന്നു, ഓ ഇതും റേഷൻ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സാബുവും ചോദിക്കുന്നു, അയ്യോ അപ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ജിൻഡോ എങ്ങനെ വലിക്കുമെന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല സാറേ, എനിക്ക് വേണ്ട, കുഴപ്പമില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും നിന്നോളാം, അതൊന്നും കുഴപ്പമില്ല, സാർ എപ്പോഴാന്ന് വെച്ച് ചോദിച്ചാൽ മതി, എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ എത്രയാണെന്ന് വെച്ചാൽ തരും എന്ന് പറയുന്നു. അപ്പോൾ സാബുവും പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നു, അതൊന്നും ഒരു കുഴപ്പമില്ല, ഇപ്പോൾ സാബു ചേട്ടൻ ഇത് വലിച്ചോ, ഞാനിട്ട് ബിഗ് ബോസിൻ്റെ ഇന്ന് വല്ലതും പറഞ്ഞ് മേടിച്ചോളാം, എനിക്ക് സാധാരണ 20 എണ്ണം തന്നുകൊണ്ടിരുന്ന ഇപ്പോൾ റേഷനാണ്, ഞാൻ എക്സ്ട്രാ എങ്ങനെയും ചോദിച്ച് ബിഗ് ബോസിൻ്റെ അടുത്ത് മേടിച്ചോളാം, സാർ ഇപ്പോൾ ഇത് വലിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഗസ്റ്റ് ആയിട്ടുള്ള സാബുമോന് ആ ഒരു സിഗരറ്റ് കൊടുക്കുകയാണ്. എല്ലാ തവണയും ബിഗ് ബോസിൽ സിഗരറ്റ് വലിക്കുന്നവർ തമ്മിൽ ഒരു പ്രത്യേക ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. ആ ഒരു ബോണ്ട് ഇവിടെയും ക്രിയേറ്റ് ആയി എന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ജിൻഡോ നൈസായിട്ട് സാബുവിന് സിഗരറ്റ് കൊടുത്ത് സൗഹൃദം സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു രംഗങ്ങളെ കാണാൻ അടിപൊളിയായിരുന്നു. ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.